നമുക്ക് നമ്മുടെ വിഷയത്തിൽ തുടരാം. നമ്മൾ ഈ പ്രാവശ്യം ധ്യാനിക്കാൻ പോകുന്ന ആ വിഷയം എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഗൗരവം, അതിൻ്റെ ആഴം. നമ്മൾ ഈ തിരുമേശയിൽ എപ്പോഴും പങ്കെടുക്കുന്നവരാ. ഇന്ന് നമ്മൾ തിരുമേശയെ നമ്മൾ നോക്കിയാൽ ഇത് ചിലർക്ക് ഇത് ചടങ്ങായി മാറി. എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ച ഇതിലെടുക്കണം. എടുത്തില്ലെങ്കിൽ അകത്ത് വലിയ പ്രയാസമാണ്. സോ ഈ തിരുമേശയുടെ ആ ഗൗരവം, ഇതിൻ്റെ അടിസ്ഥാനം എന്താ? വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് സ്പഷ്ടമായി പറയുന്നുണ്ട്, തന്നെ എന്തോ ചെയ്യണം? ശോധന ചെയ്യണം. അടുത്തത്, ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഇത് കർത്താവായ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു വ്യക്തി തന്നെ ശോധന ചെയ്തിട്ടാ ഈ അപ്പത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുന്നത്. അതുകൂടാതെ പാനപാത്രത്തിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ട് അടുത്തുള്ള സഹോദരനോ സഹോദരിക്ക് അത് കൊടുക്കുന്നത്. വചനത്തിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്, ചിലർ തന്നെ ശോധന ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ബലഹീനതകൾ വന്നിട്ടുണ്ട്. ചിലർ ഞങ്ങൾ ഇതിൽ ഒന്നും കലക്കിയിട്ടില്ലെങ്കിലും ഇതിൽ പങ്കെടുത്താൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? അതിൻ്റെ അർത്ഥം ഇത് പ്രസാദമല്ല, തിരുവത്താഴമാ. ഇംഗ്ലീഷിലാണെങ്കിൽ ലോർഡ്സ് സപ്പർ. നമ്മൾ സാധാരണ ഇത് തിരുവത്താഴം മേശയിൽ വെക്കുമ്പോൾ നമ്മൾ ഇതിനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കണം, ഇതൊരു അത്താഴമാ. നമ്മൾ ഇപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് വേറെ ഒരുവനൂടെ ഇരിപ്പുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഇതിനെ നോക്കിയല്ല, ഇപ്പുറത്ത് ഇരിക്കുന്നവൻ എൻ്റെ മണവാളനാ. മണവാളനും മണവാട്ടിയും ഒന്നിച്ച് പങ്കെടുക്കുന്ന അത്താഴമാ ഇത്. ശോധന ചെയ്തില്ലെങ്കിൽ ശിക്ഷാവിധി ഉണ്ട്. സോ ഇതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യർ 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 to 8, 2 തൊട്ട് 6, 8-ാമത്തെ വാക്യം വരെ. 6 തൊട്ട്, അല്ലെങ്കിൽ അതിൻ്റെ 8 മാത്രം വായിച്ചാൽ മതി. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. സോ അതിൻ്റെ 9-ാമത്തെ വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. സോ ഇവിടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ട വചനമാണ്. പക്ഷെ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ബൈ ഗ്രേസ് ആർ ഈ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. മലയാളത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മലയാളത്തിലുള്ള വാക്ക് രക്ഷിക്കപ്പെട്ടത്, അതാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മളും തമ്മിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടതാ. മനസ്സിലുള്ള ചിന്ത, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഞാൻ എന്തോ ആശിക്കുന്നത്, എൻ്റെ ചിന്ത എന്താ? ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ടതല്ല. കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടതാ. ഞാൻ ഏതിൽ നിന്നാ രക്ഷപ്പെട്ടത്? ഞാൻ എങ്ങനാ രക്ഷപ്പെട്ടത്? അത് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കിയാൽ നമ്മുടെ നടപ്പിനും നമ്മുടെ ചിന്തയ്ക്കും നമുക്ക് എല്ലാത്തിനും ഒരു വ്യത്യാസം വരും. ഇന്നൊരു സാധാരണ വിശ്വാസിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചാൽ മറ്റവരുടെ പോലെ തന്നെ, വ്യത്യാസം വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ഞാൻ ആരാധനയ്ക്ക് വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഞാൻ ബിംബത്തെ ആരാധിക്കുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടതാണെന്ന് ആ ഒരു ബോധ്യം നമുക്കുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടതാ. ഉദാഹരണമായി ആ കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിലെ നിമിഷ നിങ്ങൾക്കറിയാമല്ലോ, യമനിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. അവളെ കൊല്ലാനുള്ള അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ യമൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഇറാനും 3 രാജ്യങ്ങളുടെ ഭരണം ശ്രമിക്കുന്നുണ്ട്.
യമൻ ഗവൺമെൻറ് തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഹുത്തികളാ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം യമൻ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു അധികാരി ആ ഭവനത്തിൽ പോയി ആ വീട്ടുകാരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ, നിമിഷ എങ്ങനെയെങ്കിലും ഏത് നിന്ന് രക്ഷപ്പെടുത്തണം? വധശിക്ഷയല്ല, ആ നിയമത്തിൽ നിന്ന്. ആ നിയമം ഉള്ളതുകൊണ്ടില്ലയോ വധശിക്ഷ ഉള്ളത്. അവിടുത്തെ നിയമം പറയുന്നത് നിമിഷയെ എന്തോ ചെയ്യണം? കൊല്ലണം. 3 രാജ്യങ്ങളുടെ ഭരണം ബന്ധപ്പെടുന്നുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ? പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു മാർഗവും ഇല്ല. കാരണം അവിടുത്തെ നിയമം പറയുന്നത് ഇവൾ ഒരു വ്യക്തിയെ എന്തോ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മലയാളിയെ കൊന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. അവിടുത്തെ ഒരു പൗരനെയാ കൊന്നത്. ഇനി എത്ര കരഞ്ഞാലും എത്ര പൈസ തന്നാലും 32 കോടി ഇല്ലയോ കൊണ്ടുപോയിക്കുന്നേ? അവർ പറയാൻ ഒക്കത്തില്ല. അദ്വാ ആ വീട്ടുകാര് ഒന്ന് ദയ കാണിച്ചാൽ നിമിഷ നാളെ പ്ലെയിന് കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ അവളോട് ചോദിക്കണം രക്ഷയുടെ അർത്ഥം എന്താ. അവളോട് ചോദിക്കണം. അവൾ ഇവിടെ ഇറങ്ങി സ്വന്തം കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ, അവളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവളോട് ചോദിക്കണം രക്ഷ എന്താ. നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ പാനപാത്രത്തിൽ ഒഴിച്ചേക്കുന്ന ആ വീഞ്ഞ് ഒരു മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ നിഴലല്ല. സർവശക്തനായ ദൈവം, ഇതൊരു ഗുരുവോ പ്രവാചകനോ മഹാപുരുഷന്റെ ഓർമ്മയ്ക്കല്ല. ഈ രക്തം ആരുടേതാ? സകല സൃഷ്ടിയെ ഉണ്ടാക്കിയവൻ. തൻ്റെ നിയമത്തെ നിലനിർത്തുവാൻ, തൻ്റെ ന്യായപ്രമാണത്തെ നിലനിർത്തുവാൻ കൊടുത്ത വിലയാ. നമ്മളെല്ലാവരും സ്നാനപ്പെട്ടവർ ഇത് പിന്നെയും ഇതിൽ നിന്ന് എന്തോ ചെയ്യും? കുടിക്കുന്നുണ്ട്. പിന്നെയും ഈ അപ്പം നുറുക്കുന്നുണ്ട്. ഇതൊരു മനുഷ്യൻ്റെ ആയിരുന്നെങ്കിൽ നമുക്ക് അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. ആ നിമിഷയോട് ചോദിച്ചാൽ അവൾ പറയും എങ്ങനെയെങ്കിലും എന്നെ വിടുവിക്കാമോ? ജയിലധികാരികളും ബാക്കി ഇന്ത്യ ഗവൺമെൻറ് എന്തോ പറയുന്നത്? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടേ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടുപ്പം. ഒരു വിശ്വാസി സർവശക്തനുമായി നമുക്ക് എന്തുകൊണ്ട്? ഒരു അടുത്ത ബന്ധമുണ്ടെന്ന്. അടുത്ത ബന്ധമുള്ള വ്യക്തിയുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, സൃഷ്ടിയെ ഉണ്ടാക്കിയവനുമായിട്ട് എനിക്ക് എന്തുകൊണ്ട്? അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് വിഷയങ്ങൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വരല്ലേ പ്ലീസ്. നിനക്കൊരു പിതാവുണ്ട്. നീ ആ പിതാവുമായി തന്നെ ഇരുന്ന് എന്തോ ചെയ്യുക. ഇപ്പം ചിലരുണ്ട്, അവർക്ക് മറ്റവരോട് അവരുടെ പ്രശ്നം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ്. അവർക്ക് മറ്റവരോട് അവരുടെ പ്രശ്നം പറയണം. ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമാണോ? എൻ്റെ പ്രശ്നം ഞാൻ എന്തിനാ മറ്റവരോട് പറയുന്നത്? മറ്റവരെൻ്റെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എന്തിനാ അപേക്ഷിക്കുന്നത്? അതിനെ നീതീകരിക്കാൻ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയും. ഒരു വിഷയം, എൻ്റെ പ്രശ്നം എനിക്ക് എൻ്റെ പിതാവിനോട് നേരിട്ടങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ, ഇല്ലേ? ഞാൻ മറ്റവരോട് എൻ്റെ പ്രശ്നം പങ്കിടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാനും പിതാവ് തമ്മിൽ
ബന്ധം ശരി അല്ല. അതാ അതിന് നമ്മൾ എത്ര നീതീകരണം പറഞ്ഞാലും നിന്റെ പ്രശ്നം നീ എന്നോട് എന്തിനാ പറയുന്നത്? ഇപ്പം ഞങ്ങളുടെ അടുത്തും ഈ കല്യാണത്തിന് ഭാര്യ ഭർത്താവിൻ്റെ വഴക്ക് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങൾ രണ്ട് തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങളോട് എന്തിനാണ് നിങ്ങളുടെ പ്രശ്നം പറയുന്നത്? കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് അതിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ചെന്നപ്പം ഭർത്താവ് നോട്ട്ബുക്കിൽ എഴുതിയേക്കുക 140 കൂടുതൽ പോയിന്റ്സാ ഭർത്താവ് എഴുതിയേക്ക. എന്നോട് പറയാം ഞാൻ ഓരോന്ന് വായിക്കാൻ പാസ്റ്റർ കേട്ടോണം. ഞാൻ പറഞ്ഞു നിന്റെ ഭാര്യയെക്കുറിച്ച് നീ എന്തിനാടാ എന്നോട് പറയുന്നത്? അത് നിന്റെ ഭാര്യയില്ലയോ? നിനക്കൊരു ലജ്ജയില്ലയോ? നിനക്ക് കല്യാണം കഴിക്കാൻ പോകുന്നതല്ല, നിങ്ങൾ കല്യാണം കഴിച്ചതാ. എല്ലാം ചോദിച്ചിട്ട് എല്ലാം തീരുമാനിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് സത്യം ചെയ്ത് എല്ലാം ചെയ്തിട്ട് നോട്ട്ബുക്ക് മുഴുവൻ എഴുതി കൊണ്ടുവന്നേക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ടെന്ന്. നിന്റെ ഭാര്യ ഭർത്താവിൻ്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അല്ല പാസ്റ്റർ കേൾക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കുവാണെങ്കിൽ മണിക്കൂർ 500 രൂപ വെച്ച് തന്നാൽ ഞാൻ ഇരുന്ന് കേട്ടോളാം. നീ 10 മണിക്കൂർ സംസാരിച്ചോ, എനിക്ക് അത്രയും പൈസയും കിട്ടും. ഞങ്ങളോട് ഈ പ്രശ്നം പറയുന്നത് കാരണം ഞങ്ങൾ ഒരു പൈസയും ചാർജ് ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഇരിക്കുകയല്ലയോ. സോ നീ ചിന്തിക്കുന്നത് നിന്റെ സമയം മുഴുവനും ഞങ്ങളുടെ സമയം മുഴുവനും നിനക്ക്. ഐ സെ നോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ദൈവമായിട്ട് എന്തോ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. എനിക്ക് ആ ബന്ധത്തെ ഞാൻ കാത്ത് സൂക്ഷിക്കണം. അതിലൊരു ക്ഷീണം വരാൻ പാടില്ല. പക്ഷെ ആ ബന്ധം കാത്ത് സൂക്ഷിക്കണമെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. ഈ ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാ വന്നത്? അതിന് നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനൊരു വിലയും ഇല്ല. നമ്മൾ വില കൊടുത്തായിരുന്നെങ്കിൽ നമ്മൾ ആ വിലയുടെ അർത്ഥം നമുക്ക് കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എങ്ങനെ കിട്ടി? സൗജന്യമായി കിട്ടിയോണ്ട് നമുക്ക് എന്തോ ഇല്ല, വിലയില്ലെന്നേ. ചിലർ ഈ അപ്പം മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ഭാഗം താഴെ വീഴും. അവർ പറഞ്ഞ അപ്പം ഇല്ലേ? നിനക്ക് ഇതിനെ കുറിച്ച് എന്തോ ഇല്ല. വില കൊടുത്തവന് ഇതിൻ്റെ വില അറിയാം. അതുകൊണ്ടാ നമ്മളോട് ഇന്നും വിശ്വസ്തനായിരിക്കുന്നത്. നമ്മുടെ പുറത്ത് ഇത്രയും കൃപ കാണിക്കുന്നത് അതിൻ്റെ കാരണം വില കൊടുത്തവൻ അറിയാം എത്ര വില കൊടുത്താ ഞാൻ വാങ്ങിയത്. സോ നമുക്ക് ആ ബന്ധത്തിൻ്റെ ആഴം ഇവിടെ നമ്മൾ വായിച്ച് കൃപയാൽ രക്ഷപ്പെട്ടത് ഏതീന്നാ? സാത്താനീന്നല്ല. ഇന്ന് ഒത്തിരി വിശ്വാസികൾക്ക് അവർക്ക് സാത്താനാ വലിയത്. സാത്താനല്ല വലിയത്. ഞാൻ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ആ നീതിന്നാ. നീതി നോക്കുമ്പോൾ ന്യായപ്രമാണം എന്തുവാ പറയുന്നേ? പാപത്തിൻ്റെ ശമ്പളം, ഒരു ക്ഷമയ്ക്ക് ഒരു സാധ്യതയും ഇല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് മനുഷ്യനെ ക്ഷമിക്കാൻ കഴിയത്തില്ല. യൂഷ്വലി മരണശിക്ഷ ഒരു ജഡ്ജ് എഴുതി കഴിയുമ്പോൾ യൂഷ്വൽ ട്രഡീഷൻ എന്താ? ആ ന്യായവിധി എഴുതിയപ്പം ആ പേന ഓടിക്കും. എന്താ? ഇത് തിരുത്തി എഴുതാൻ ഒക്കത്തില്ല. വിധി എന്തുവാ കൊടുത്തേക്കുന്നേ? മരണശിക്ഷ. ഈ തീരുമാനത്തിനെ തിരുത്തി എന്തോ ചെയ്യാൻ ഒക്കത്തില്ല, എഴുതാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ പേന എന്തോ ചെയ്യും? ഒടിച്ചു വയ്ക്കും. അവിടെ തിരുത്തി എഴുതാൻ ഒക്കത്തില്ല. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിതാവ് തൻ്റെ സൃഷ്ടിയോട് പറയുന്നത് നീ മണ്ണിൽ നിന്ന് വന്നു, മണ്ണി തിരിച്ചു പോകും. നിന്റെ ആയുഷ്കാലം മുഴുവനും ഇല്ലേ വായിച്ചേ ആ വിധി. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്യം പറയുന്നില്ല. നിങ്ങൾ തന്നെ ബൈബിൾ തുറന്നേ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ വിധി എവിടാ കൊടുത്തേക്ക്? 17-ാം വാക്യം, മൂന്നാമത്തെ അധ്യായം 17-ാം വാക്യം, അതിന്റെ 17-ാമത്തെ വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും
തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. സാധാരണ ഇനിയിപ്പം ഞാൻ അറിയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ ആ ജഡ്ജ് ഗ്രീഷ്മയ്ക്ക് ആ വിധി കൊടുക്കുമ്പോൾ, ഇപ്പം കൽക്കട്ടയിലും അവിടെയും ഒരു റേപ്പ് കേസ് നടന്നു. വിധി കൊടുക്കുമ്പോൾ കോടതിയിൽ ശാന്തമാണ്, ഒരനക്കവുമില്ല. ആ കുറ്റവാളി അവിടെ നിന്ന് ഇനി എന്തോ ചെയ്യും? ചില കോടതിയിൽ എല്ലാം ശാന്തമായിരിക്കുമ്പോൾ വ്യക്തി കരയുന്നത് നമുക്ക് കേൾക്കാം, കരയുന്നത് കേൾക്കാം. എന്താ? ഇനി ഇവളെ എന്തോ ചെയ്തു? വിധിച്ചു. വിധി വന്നു. വിധി വന്നോ? ഇനി ഈ വിധി നടപ്പിലാക്കണം. ചിലപ്പം വർഷങ്ങൾ എടുക്കും. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ വിധി വന്നു, അടുത്ത കോടതിയിൽ അത് അപ്ലൈ ചെയ്യും. പിന്നെ ഫൈനലി സുപ്രീം കോടതി പറയുക ഈ വിധിക്ക് വ്യത്യാസം വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ അടുത്തത് എന്താ? പിന്നെ മറ്റവരുടെ കൂടെ അല്ല ഈ വ്യക്തിയെ വെക്കുന്നത്, തനിയെ ഒരു ചെറിയ സെല്ല. പിന്നെ എന്തിനാ കാത്തിരിക്കുന്നത്? വിധി വന്നല്ലോ, ആ വിധി എന്തോ ചെയ്യണം? നടപ്പിലാക്കണം. അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിൽ നീതിമാനായ ദൈവം മനുഷ്യനെ എന്തോ ചെയ്താ? വിധിച്ചു. ഇനിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല. ഗ്രീഷ്മയുടെ ഈ കേസ് ഇത്രയും നീണ്ടു വന്നത് കാരണം പോലീസിന് പ്രൂഫ് വേണം. ഇവൾ തന്നെ കൊന്നതാണ് എന്തോ വേണം? പ്രൂഫ്. അതിനാ കുറെ സമയം എടുത്തത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ പിടിച്ചപ്പം പ്രൂഫ് വേണ്ട, തെറ്റ് സമ്മതിച്ചോ? ആദാം താൻ ചെയ്ത തെറ്റ് സമ്മതിച്ചോ? ഇല്ല. പറഞ്ഞാട്ട്, ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞാട്ട്. ജഡ്ജ് നേരെയാ ആരെ പിടിച്ചത്? പോലീസ് അല്ല. ജഡ്ജ് തന്നെ ഇറങ്ങി വന്ന് കുറ്റവാളിയെ പിടിച്ചപ്പം കുറ്റം സമ്മതിച്ചോ ഇല്ലയോ? ഇല്ല. പിന്നെ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത് മാത്രമല്ല, തൻ്റെ നഗ്നതയെ ജഡ്ജ് പിടിച്ചപ്പം ഇനിയും പ്രൂഫ് വേണോ? തെളിവ് വേണോ? തെളിവ് സഹിതമാണോ പിടിച്ചത്? പറയുന്നത് നീ തന്നെ നീ ഭക്ഷിച്ചോ. ചോദ്യം എന്തായിരുന്നു? വായിച്ചേ, മൈക്കിള് വായിച്ചാട്ട്. 12-ാം വാക്യം. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. 11. നീ നഗ്നൻ എന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നേരിട്ടാ പിടിച്ചത്. എവിടെ ഒളിച്ചിരിക്കുക? പിന്നെ അതിന് കിട്ടിയ വിധിയ. ആ വിധിന്ന് രക്ഷപ്പെടാൻ അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകൊണ്ട് ഇത്ര വലിയ ശിക്ഷ കൊടുക്കണോ
നീ മണ്ണീന്ന് വന്നു, നീ തിരിച്ച് എന്താ ഇങ്ങനത്തെ ഒരു വിധി? ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതേ ഉള്ളൂ. ഇപ്പം ഈ ഗ്രീഷ്മയുടെ കേസ് വരുമ്പോൾ അവൾ ഒരു വ്യക്തിയെ കൊന്നതേ ഉള്ളല്ലോ. അതിന് മരണശിക്ഷ കൊടുക്കണോ? ചിലപ്പം ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ചിലപ്പം ചില വിട്ടുവീഴ്ച ചെയ്ത് ചിലപ്പം ഈ മരണശിക്ഷ എന്തുവാക്കി മാറ്റും? ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ഹിസ്റ്ററി നോക്കിയാൽ ഇവൾ വേറെ കൊലപാതകങ്ങളും അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സർവശക്തനായ ദൈവം ഇങ്ങനത്തെ വിധി നമ്മൾ വിശ്വാസികളാണെങ്കിലും ഈ ലോകത്തോട് എന്തോ പറയണം? ഇവിടെ പറയണമെന്നേ. സ്ത്രീ കൊച്ചിനെ ജനിപ്പിക്കുമ്പോൾ വേദനയോട് ചിന്തിച്ചേ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വിധിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. എന്താ ഇത്രയും ഗൗരവമായിട്ട് ദൈവം വിധിക്കുന്നത്? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. നമ്മൾ ഇന്ന് വിശ്വാസികൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, ക്രിസ്തു ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി കർത്താവ് വില കൊടുത്തു, ഇനി ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനിയിപ്പം ഏത് യുഗമാണ്? കൃപായുഗമായതുകൊണ്ട് എനിക്ക് അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഇത് കൃപായുഗമാ. ന്യായപ്രമാണത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനിയും ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം, ദൈവസന്നിധിയിൽ വരിക, കർത്താവെ നീ എന്നെ ക്ഷമിക്കുക, നിന്റെ രക്തത്താൽ എന്നെ, അത്രയും ചെയ്താൽ മതി. ഏത് തെറ്റ് ചെയ്താലും എങ്ങനെ നടന്നാലും നമ്മുടെ മനസ്സിലുള്ള വിഷയം എന്താ? കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് തെറ്റ് സമ്മതിച്ചാൽ മതി. കർത്താവ് നമ്മൾ എന്തോ ചെയ്യും? ഇതും ശോധന ചെയ്യാൻ, കർത്താവെ ക്ഷമിക്കണം, ഞാൻ നടക്കേണ്ടി പോലും നടന്നില്ല, കർത്താവെ നീ ഒരു കണ്ണുനീർ പോലും ഇല്ല, ഒരു കണ്ണുനീർ പോലും ഇല്ല. പറയുന്നത് എന്നെ ക്ഷമിക്കണം കർത്താവെ, നിന്റെ രക്തത്താൽ എന്നെ, പറയുന്ന വാക്കുകളേതാ? എൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അത് കഴിഞ്ഞിട്ട് കൈ വിറയ്ക്കത്ത് പോലും ഇല്ല, ധൈര്യത്തോടാ. എന്താ നമുക്കെന്താ ഭയമില്ലാത്തത്? ഭയത്തോടും വിരലോടും വേണം നമ്മൾ. കാരണം നമ്മുടെ മനസ്സിലുള്ള ഇത് കൃപായുഗമാ. ദൈവം ആദ്യം തൊട്ടേ കൃപയുള്ളവനാ. ക്രൂശിൽ വില കൊടുത്ത് കഴിഞ്ഞിട്ടല്ല കൃപയുള്ളവനായത്. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചാൽ വിധി എന്തുവാ? മരണ ശിക്ഷയാ. ഒരു ചോദ്യം, ദൈവം മനുഷ്യന് പ്രമാണം എപ്പോഴാ കൊടുത്തത്? പറഞ്ഞാട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താ? ന്യായപ്രമാണം കഴിഞ്ഞു. ആര് പറഞ്ഞേ? ന്യായപ്രമാണം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഏതിൻ്റെ കീഴെയാ? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇതെന്താ? അതെ, ന്യായപ്രമാണം കഴിഞ്ഞിട്ടില്ല. വായിച്ചേ മത്തായി 5:17, നമ്മുടെ കർത്താവ് പറഞ്ഞത് വാക്ക്. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ, എല്ലാവരും ബൈബിൾ തുറന്നാട്ടും വായിച്ചാട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഒന്നും നിന്നേ. ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ ഞാൻ അവരെ നീക്കാനല്ല വന്നത്. സ്പഷ്ടമാണോ? നമ്മളെന്തോ പറയുന്നേ? ന്യായപ്രമാണം ഇല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ നീക്കാനല്ല വന്നത്. പിന്നെ എന്തിനാ വന്നേ?
നീക്കുവാനല്ല ആഹാ. നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. നിവർത്തിപ്പാൻ പറഞ്ഞാൽ ന്യായപ്രമാണം ആവശ്യപ്പെട്ടത് അത് കൊടുത്താൽ ന്യായപ്രമാണം നീങ്ങിയോ? അതോ ന്യായപ്രമാണത്തിന് ഇനിയും ബലം കിട്ടിയോ? പറഞ്ഞാട്ടെ. ന്യായപ്രമാണം ആവശ്യപ്പെട്ടത് അതിനെ ഐ എം നോട്ട് കം ടു ഡിസ്ട്രോയ് ബട്ട് ടു ഫുൾഫിൽ. മലയാളത്തിൽ നിവർത്തിപ്പാൻ. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് അത് നിവർത്തിച്ചപ്പം ന്യായപ്രമാണം നീങ്ങിപ്പോയോ? അതോ ന്യായപ്രമാണത്തിന് ഇനിയും ബലം കിട്ടിയോ? പറഞ്ഞാട്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൊടുത്താൽ ന്യായപ്രമാണം നീങ്ങിപ്പോകുമോ? അതോ ന്യായപ്രമാണത്തിന് ഇനിയും ബലം കിട്ടുമോ? ഞാനൊരു ഉദാഹരണം പറയുക. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, പോലീസ് പിടിച്ചു. എനിക്ക് ഒരു ചലാൻ, ഒരു ടിക്കറ്റ്, ചലാൻ ഇല്ലയോ ഇവിടെ പറയുന്നത്, എനിക്ക് ഒരു ചലാൻ കിട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ എന്തുകൊണ്ട്? ചലാന്. ന്യായപ്രമാണം നോക്കിയാൽ ഞാൻ ആരാ? ന്യായപ്രമാണം നോക്കിയാൽ ഞാൻ കുറ്റവാളിയാ. അതുകൊണ്ട് എന്തോ കിട്ടി? ആ നിയമപ്രകാരം എനിക്ക് മരണശിക്ഷയല്ല, എനിക്ക് 500 രൂപ പിഴയായിട്ട് എഴുതി തന്നു. ഇത് അടയ്ക്കാത്ത കാലം ഞാൻ ആരാ? പറഞ്ഞാട്ടെ. ഈ 500 രൂപ അടയ്ക്കാത്ത കാലം ന്യായപ്രമാണം എന്നെ നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നേ? കുറ്റവാളിയാ. ഞാൻ കുറ്റവാളിയാ, ശപിക്കപ്പെട്ടവനാ. എന്താ? ഞാൻ നിയമത്തെ ലംഘിച്ചു. ഇനിയും ആ 500 രൂപ എൻ്റെ കൊടുക്കാനില്ല. എൻ്റെ പുറകെ ഇരുന്ന എൽദോ പാസ്റ്റർ എനിക്ക് വേണ്ടി ആ 500 രൂപ കൊടുത്തു. അതാ കൃപ. കൃപ പറഞ്ഞാൽ എന്താ? എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല, കുറ്റവാളി ഞാനാ. എൻ്റെ പകരമായിട്ട് വേറെ ഒരാൾ ക്ഷമയല്ല ചോദിച്ചത്, വില കൊടുത്തുന്നേ. വില കൊടുത്തപ്പം ഇനിയും ന്യായപ്രമാണം പറയുന്നത് ഇനി ഒരു ശിക്ഷാവിധി ഇല്ല, ഇനി ഒരു ശിക്ഷാവിധി ഇല്ല. അതുപോലത്തെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ക്രിസ്തു ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ആ മരണശിക്ഷ നമ്മുടെ പകരമായി കൊടുത്തതേ ഉള്ളൂ. ന്യായപ്രമാണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ലംഘിച്ചാൽ ഇനി ആരും എനിക്ക് വേണ്ടി മരിക്കത്തില്ല. ന്യായപ്രമാണത്തിന് കൂടുതൽ ബലമാ കിട്ടിയത്. നമ്മൾ ന്യായപ്രമാണം ഇപ്പോഴും നമ്മളെ എന്തോ ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എന്തോ ചെയ്തേ? എൽദോ പാസ്റ്റർ എൻ്റെ പകരമായിട്ട് ടിക്കറ്റ് കൊടുത്തോണ്ട് ഞാൻ അടുത്ത ദിവസവും ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുക. അടുത്ത ദിവസവും എൻ്റെ ചിന്ത എന്താ? ആ ടിക്കറ്റ് കൊടുത്തല്ലോ, ആ ജീവിതാന്തം വരെ എനിക്ക് ഇനി എന്തോ വേണ്ട? ഇനി മരിക്കുന്ന വരെ എനിക്കിപ്പം സ്കൂട്ടർ ഓടിക്കുമ്പോൾ എന്തോ വേണ്ട? സാരേ, ആ പിഴ അടച്ചത് ആ ഒരു ദിവസത്തെ ശിക്ഷയാ. അടുത്ത ദിവസം പിന്നെയും പോയാൽ ചിലപ്പം ആ ഫൈൻ ഡബിളായി കിട്ടും, കാരണം ഇന്നലെയും കിട്ടിയതാ. സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചിന്തിക്കുന്നത് ന്യായപ്രമാണം കഴിഞ്ഞു, ഇനി നമുക്ക് നടക്കുന്ന പോലെ നടക്കാം. കൃപയുടെ സമയമാണ്. കുത്തഴിഞ്ഞ രീതിയിൽ നടന്നിട്ട് ദൈവസന്നിധിയിൽ വന്ന് എന്തോ പറയാം? ക്ഷമ ചോദിക്കാൻ. നോ സർ. കർത്താവ് തന്നെ ഒന്നുകൂടെ വായിച്ചേ, അതിന്റെ 17, 18 ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായിട്ട് അതിന്റെ അർത്ഥം, അതിനെ അത്ര ഗൗരവത്തോടെ നിങ്ങൾ എടുത്തോണം. ഞാൻ സത്യമായിട്ട് പറയാ.
അത്ര ഗൗരവമായിട്ടുള്ള വിഷയമാ. എന്തുവാ പറയുന്നേ? ആകാശവും ഭൂമിയും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ആഹാ സകലവും നിവൃത്തിയാകുവോളം സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ആഹാ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ അതിന്റെ അർത്ഥം സകലവും നിവൃത്തിയാകും. അതിന്റെ അർത്ഥം ഒരു വള്ളിയും പുള്ളിയും നീങ്ങിപ്പോവുകയില്ല. സോ ഈ ന്യായപ്രമാണത്തിന് അത്രയും ഗൗരവമുണ്ടോ? നമ്മൾ അതിന് വില കൊടുക്കുന്നില്ല. നമുക്കിതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ അതിന് ഒരു അത് ഇസ്രായേൽ മക്കൾക്കുള്ളതായിരുന്നു, നമുക്കല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഭയവും ദൈവമായിട്ടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മൾ സാത്താനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സാത്താനെ ഭയപ്പെടേണ്ട, ന്യായപ്രമാണം തന്നവനെയാ നമ്മൾ ഭയപ്പെടേണ്ടത്. സോ ഈ ന്യായപ്രമാണം പറയുമ്പോൾ എന്താ? വായിച്ചാട്ട് മത്തായി 22 അതിൻ്റെ 35 തൊട്ട് 40 വരെ. മാത്യു ചാപ്റ്റർ 22 35-40. ന്യായപ്രമാണം എന്താ? മത്തായി 22:35 മുതൽ. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ച്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ ആ ഭാഗം. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ച്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. ചോദ്യം എന്താ? ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാ ഏറ്റവും വലിയത്? അതിന് മറുപടി യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ വലിയതും ഒന്നാമത്തേത്. അടുത്തത് രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 2 ചോദിച്ചത് 1, മറുപടി 2. അതുകൂടാതെ പറയുന്നത് ഈ 2 സകല ന്യായപ്രമാണവും പ്രവാചകനും അടങ്ങിയിരിക്കുന്നത്. പറഞ്ഞാൽ ഈ പ്രമാണം കംപ്ലീറ്റ്ലി, പ്രമാണം മാത്രമല്ല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നത് ഈ 2. സോ ന്യായപ്രമാണം പറഞ്ഞാൽ ഇത് 2. ഇതാ ന്യായപ്രമാണം. നമ്മൾ ചിന്തിക്കുന്ന ന്യായപ്രമാണം എന്തുവാ? യാഗം അർപ്പിക്കണം, ഇത് തിന്നാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല. അതല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം ഇതാ. ഒന്ന് ചോദിച്ചപ്പം ആ ഒരു നിയമത്തിന് 2 ഭാഗമുണ്ട്. ഇതാ ന്യായപ്രമാണം. നീ നിന്റെ സകല പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. ഇതാ ന്യായപ്രമാണത്തിന്റെ പ്രധാനമായ ഭാഗം. ഇത് പഴയ നിയമത്തിലും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അതിന് വ്യത്യാസം ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ. അതുമാത്രമല്ല, അടുത്തത് എന്താ? രണ്ടാമത്തേത് അതിനോട് സമം. അതിനോട് സമം പറഞ്ഞാൽ എന്താ? കൂട്ടുകാരനെ. ഈ മലയാളത്തിൽ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പ്രയാസമുണ്ട്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ട്രാൻസ്ലേഷൻ നീ നോക്കിയാൽ മലയാളത്തിൽ വന്ന തെറ്റാ. കൂട്ടുകാരനല്ല, അയലോക്കക്കാരനാ. കൂട്ടുകാരനെ സ്നേഹിക്കാൻ ഒരു പ്രയാസം. ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് കൂട്ടുകാരന്മാർ എന്തുകൊണ്ട്? അതുകൊണ്ടില്ലയോ അവനെ കൂട്ടുകാരന് പറയുന്നേ.
പക്ഷെ ന്യായപ്രമാണം പറയുന്നത് ആരെയാ സ്നേഹിക്കേണ്ടത്? നമുക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയമാണ്. ഞാൻ ദൈവത്തെ സ്നേഹിച്ചോളാം. എനിക്ക് കാനഡയിൽ ഉപ്പാപ്പനുണ്ട്, ഒരു ഉപ്പാപ്പൻ വടശ്ശേരിക്കരയിലുണ്ട്, ബാംഗ്ലൂരിലും മാവിയുണ്ട്. ബാംഗ്ലൂരിലും വാൻകൂവറിലും വടശ്ശേരിക്കരയുള്ള ഉപ്പാപ്പനും മാവിയെ എനിക്ക് സ്നേഹിക്കാം. പക്ഷേ എൻ്റെ അയൽവക്കക്കാരന് അതെന്നെ കൊണ്ട് പ്രമാണമാ. നീ സ്നേഹിച്ചിരിക്കണം. നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് വിഷയമേ ഇല്ല. ന്യായപ്രമാണം പറയുന്നത് നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും നീ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നീ ആരെയും സ്നേഹിച്ചോണം. സ്നേഹിതനല്ല, അയൽക്കാരെ സ്നേഹിച്ചിരിക്കണം. അത് ലംഘിച്ചാൽ, ആദാം ലംഘിച്ചത് എന്താ? നമ്മൾ ചിന്തിക്കുന്ന കൽപ്പനയല്ല, ദൈവം കൊടുത്ത ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം കൊടുത്തത് എപ്പോഴാ? നമ്മൾ ചിന്തിക്കുന്ന എവിടാ? സീനായി മലയില അല്ല. റോമർ 2-ാമത്തെ അധ്യായം എടുത്ത് അതിൻ്റെ 12 തൊട്ട് വായിച്ച്. റോമർ 2:12 തൊട്ട്. ന്യായപ്രമാണം ഇല്ലാതെ ശ്രദ്ധിച്ചു, ആദ്യമേ വായിച്ച്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. സോ ഇവിടെ അതിന്റെ 14 വായിച്ചേ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് ജാതികൾക്ക് ദൈവം ന്യായപ്രമാണം എഴുതി കൊടുത്തിട്ടില്ല. എന്നാലും അവർ സ്വഭാവത്തിൽ ന്യായപ്രമാണത്തിൽ എഴുതിയേക്കുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് എഴുതി കൊടുത്തിട്ടില്ല. എന്നിട്ടും ഇവരുടെ പ്രവൃത്തി നോക്കിക്കേ. ആ എഴുതി കൊടുത്തതിലുള്ളത് എഴുതി കൊടുക്കാതെ തന്നെ ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം യഹൂദന്മാർക്ക് മാത്രമല്ല സകല മാനവജാതിക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട്. അത് സീനായിലല്ല കൊടുത്തത്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പം തന്നെ അവൻ്റെ ആത്മാവിൻ്റെ അകത്തുള്ള മനസാക്ഷിയില ഈ ന്യായപ്രമാണം എഴുതി വച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ യഹൂദൻ അല്ലെങ്കിലും, ഞാൻ അന്യജാതിയാണെങ്കിലും എൻ്റെ അടുത്ത് എന്തുകൊണ്ട്? സർവശക്തൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവൻ്റെ മനസാക്ഷിയുടെ അകത്ത് ഈ ന്യായപ്രമാണം എഴുതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിലും ജാതികൾ എന്തോ ചെയ്യുന്നുണ്ട്? ന്യായപ്രമാണത്തിലുള്ളത് അതനുസരിച്ച്. ഇന്ന് മഹാകുംഭിൽ ഇത്രയും ജനം പോയി ആ വെള്ളത്തിൽ മുങ്ങുന്നത് ഹൃദയത്തിൽ എന്തുകൊണ്ട്? ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാ. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ 48 കോടി ആ അഴുക്ക് വെള്ളത്തിൽ പോയി മുങ്ങത്തില്ലെന്നേ. ഇന്ന് മനുഷ്യൻ ഈ മെഴുകുതിരി കത്തിക്കുന്നത്, ഇത്രയും ആചാരങ്ങൾ ചെയ്യുന്നത് എന്താ? അകത്തെ ന്യായപ്രമാണം അവനെ എന്തോ ചെയ്യുന്നുണ്ട്? കുറ്റം വിധിക്കുന്നുണ്ട്. അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവരുടെ കയ്യിൽ വേദപുസ്തകം ഇല്ലെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിൽ മനസാക്ഷിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്? ന്യായപ്രമാണം എഴുതി കൊടുത്തതാ.
സോ ആ ആദാം, ശ്രദ്ധിക്കണം, ആദാമും ഹവ്വയ്ക്ക് ഹൃദയത്തിൽ എന്തുകൊണ്ട്? ന്യായപ്രമാണം പറഞ്ഞാൽ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും നീ എന്തോ ചെയ്തോണം? ഈ ഫലം ഭക്ഷിച്ചത് എന്തിന്? ആദ്യത്തെ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുക? ലംഘിച്ചു. നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫലം നീ അനുസരിക്കും. നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫലം ഭക്ഷിച്ചുകൊണ്ടല്ല ആ ശിക്ഷ കിട്ടിയത്. വിഷയം എവിടാ? അകത്ത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ എന്തോ ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തർ ഈ ന്യായപ്രമാണം തന്നെ എന്നെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തെ പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ ന്യായപ്രമാണം നോക്കുമ്പോൾ നീ ശപിക്കപ്പെട്ടവന്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാനാണ്. ഒരു സഹോദരൻ വരാം. ഇതാ ആദാം. ശ്രദ്ധിക്കണം, ന്യായപ്രമാണം എവിടാ? കല്ലിൽ എഴുതി. ഇത് എന്നാ ഇങ്ങോട്ട് വരാം, ക്യാമറ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണം കല്ലിൽ എഴുതി കൊടുത്തിട്ടില്ല, പക്ഷെ എവിടെ ഇട്ടിട്ടുണ്ട്? മനസാക്ഷിയിലുണ്ട്. തീരുമാനിച്ചു, ഫലം പറിച്ച് ഭക്ഷിച്ചതേ ഉള്ളൂ. പുറയിലെന്താ? ന്യായപ്രമാണം എന്തു ചെയ്യും? ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആദാമിനെ എന്ത് ചെയ്യുക? കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി അറിയാമോ? ഉടനെ തന്നെ സാത്താനല്ല, നമ്മൾ സാത്താനെ കണ്ട് സാത്താൻ ഉണ്ടെന്നേ, പക്ഷെ അതിനെക്കാട്ടും സാത്താൻ പിന്നെയും വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ ഏത് വിട്ടുവീഴ്ച ചെയ്യത്തില്ല? ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ല. സാത്താന് അബദ്ധം സംഭവിക്കാം, ന്യായപ്രമാണത്തിന് ഒരു അബദ്ധവും സംഭവിക്കത്തില്ല. ഉടനെ തന്നെ മനുഷ്യനെ എന്തോ ചെയ്തു? പറയുന്നത് എന്താ? നീ മണ്ണിന്ന് വന്നു, നീ മണ്ണി പോകും. കസ്റ്റഡിയിലെടുത്തു. ഇനി ഇതിന്ന് രക്ഷപ്പെടാൻ ആദാം വിളക്ക് കത്തിക്കുന്നുണ്ട്, മുട്ടേന്ന് ഇറങ്ങുക, പോയി വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്. എന്തോ ചെയ്താലും, പുണ്യവാളന്മാരെ എത്ര വിളിച്ചാലും, ഏതവനെ വിളിച്ചാലും ഇതിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. നീ ആരെയും വിളിച്ചോ, നീ എന്തോ വേണേ കാണിച്ചോ, എൻ്റെ ന്യായത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ എത്ര ബന്ധപ്പെടുന്നുണ്ട്. ദൈവത്തിന് ക്ഷമിക്കാൻ പോലും, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം, ന്യായപ്രമാണം കയ്യിൽ ചങ്ങലയിട്ടു. ഇനി ദൈവത്തിന് പോലും എന്തോ ചെയ്യാനൊക്കത്തില്ല, ക്ഷമിക്കാൻ കഴിയത്തില്ല. ഇനി ക്ഷമിക്കണമെങ്കിൽ ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് കൊടുക്കണം. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് എന്താ? ക്ഷമയല്ല, എന്താ? മരണശിക്ഷ. അതല്ലാതെ, അതുകൊണ്ടാ ഇതിൻ്റെ അകത്തുള്ള ഈ വീഞ്ഞ് എന്തുവാ കാണിക്കുന്നേ? യേശുവിൻ്റെ രക്തം. ക്ഷമ കിട്ടത്തില്ല, ഒരു സാധ്യതയും ഇല്ല. സോ കൃപയാൽ നമ്മൾ രക്ഷപ്പെട്ടത്, കൃപയാൽ രക്ഷപ്പെട്ടത് എങ്ങനെ? നമ്മുടെ പകരമായി ഒരുവൻ എന്തോ ചെയ്തു? യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തുവായി? രക്ഷപ്പെട്ട്. അതുകൊണ്ടാണ് ഇനി വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടിട്ട് പറയുന്നത്, ഇനി ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം. ആ ന്യായപ്രമാണത്തെ ശ്രദ്ധയോട് അതിനെ മനസ്സിലാക്കി, ഇനി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ആത്മാവിനോടും ഞാൻ ഇനി ദൈവത്തെ മാത്രം ഞാൻ സ്നേഹിക്കും. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അതുമാത്രമല്ല, ഞാൻ അയൽവക്കക്കാരനെയും എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം മാത്രമല്ല എനിക്ക്, കാരണം ഞാൻ രക്ഷപ്പെട്ടതാ. ഏത് നിന്ന്? ദൈവത്തിൻ്റെ ആ ന്യായവിധിന്ന് സ്വന്തം പുത്രനെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളെ വെറുതെ വിടുമോ? മനസ്സിലായേ? വെറുതെ പോയിരുന്നായിട്ട്. സോ അതിൻ്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ലംഘിച്ചത് എന്താ? ആ കൽപ്പനയല്ല, ദൈവം കൊടുത്ത അതെവിടാ? സോ ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഞാൻ എന്തിനാ ഈ മരണത്തെ കണ്ട് ഇത്ര ഭയപ്പെടുന്നത്? ഒരു വിശ്വാസിയുടെ അകത്ത് മരണഭീതി പാടില്ല. അഥവാ മരണഭീതി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാട്ടെ, കയ്യിലെന്തോണ്ട്? ആ ചങ്ങല പിന്നെയും വന്നോ? പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി പിന്നെയും ദൈവത്തെ കൂടാതെ മറ്റവരെ സ്നേഹിച്ചാൽ ഉടനെ തന്നെ ആര് പിടിക്കും? ദൈവത്തിൻ്റെ ന്യായപ്രമാണം പിടിക്കും. വെറുതെ ആണോ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഒരു വിശ്വാസി മരണത്തെ കണ്ട് ഭയപ്പെടുന്നത്? എന്താ സാറേ ഇത്രയും ഭയം? എന്താ മനസ്സിൽ ഇത്ര പ്രയാസം? എന്താ ഇത്ര വ്യാകുലപ്പെടുന്നത്? ഇത് ആരുടെ ലക്ഷണങ്ങളാ? ഇതാരുടെ ലക്ഷണമാ? ആ ഗ്രീഷ്മയ്ക്ക് ഇന്നലെ കിട്ടിയ വിധി അവളുടെ മുഖത്ത്. അതേസമയം ആ ചെറുക്കൻ്റെ അപ്പനുണ്ടല്ലോ, ചെറുക്കൻ്റെ അപ്പനും അമ്മ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. നേരെ മറിച്ച് ഗ്രീഷ്മയ്ക്കോ ഇനി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതെന്താ? രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു കോടതിയിൽ. അവളെ സഹായിച്ച ഉപ്പാപ്പനും അമ്മയ്ക്കും അമ്മയെ വെറുതെ വിട്ടു ഇല്ലേ? നിങ്ങൾ കേസ് വായിച്ചു കാണുമല്ലോ. അമ്മയെ വെറുതെ വിട്ടു. പക്ഷെ അവളെ സഹായിച്ച അവർക്ക് 3 വർഷത്തെ അവർക്ക് വലിയ ആശ്വാസമായി. 3 വർഷം. പക്ഷെ ഗ്രീഷ്മയ്ക്കോ? ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ ഒരു കാര്യം. എന്താ ഇത്ര ഭാരം? നീ ഒരു വിശ്വാസിയില്ലയോ? ദൈവമായിട്ടുള്ള ബന്ധമില്ലയോ? സർവശക്തനില്ലയോ കൂടെ വസിക്കുന്നത്? പിന്നെ എന്താ ഇത്ര പ്രയാസം? ചിലപ്പം കയ്യിലെന്തോണ്ട് പറഞ്ഞാട്ട് ചങ്ങല ഉള്ളവന്റെ അടയാളങ്ങളായത്. ഇത് ആരുടെ അടയാളമാ? ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ചങ്ങല ഉള്ളവന്റെ അടയാളങ്ങളായത്. ഭാരപ്പെട്ട് നടക്കുന്നത്, മരണത്തെ കണ്ട് ഭയപ്പെടുന്നത്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർക്ക് ഇനി ഒരു പ്രശ്നവും ഇല്ല. സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടിയ ഓരോ ദിവസം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്. പ്രത്യാശയുള്ളവനാ. രോഗം വന്നോട്ടെ, ദുഃഖം വന്നോട്ടെ, ഇനി എനിക്ക് ഒരു പ്രശ്നവും. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവന് സാത്താന് വല്ലതും ചെയ്യാൻ കഴിയുമോ? പറഞ്ഞാട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തെ ആരാധിക്കാമോ? ഈ കാര്യം മനസ്സിലായോ? ഞാൻ രക്ഷപ്പെട്ടവനാ. ഇനി അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കും. ന്യായപ്രമാണത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ന്യായപ്രമാണം നീങ്ങിയിട്ടില്ല. അതിൻ്റെ ആവശ്യം ദൈവം എന്തോ ചെയ്തു? നിവർത്തിച്ചു. അതും സർവശക്തൻ എങ്ങനെ നിവർത്തിച്ചേ? ഒരു വാക്യം വായിച്ചേ, റോമർ 8:3 വായിക്കാം. റോമർ 8:3. 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ
ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 4-ാമത്തെ വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന്. അതിന്റെ അർത്ഥം, ക്രിസ്തുവിലായ ഒരുവൻ ന്യായപ്രമാണം നോക്കുമ്പോൾ ഇവനാരാ? ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ഈ കുറ്റം വിധിക്കുന്ന ന്യായപ്രമാണം ഇനി എന്തുവാ പറയുന്നേ? ക്ഷമ കിട്ടിയവനല്ല, എന്തുവാ പറയുന്നേ? ഇത് നീതിമാനാ, ഇവൻ ഒരു തെറ്റും. ഈ ന്യായപ്രമാണം തന്നെ, എന്നെ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്ന ആ ന്യായപ്രമാണം തന്നെയാ എന്നെ നോക്കി എന്തോ പറയുന്നത്? ഇവനിൽ ഒരു തെറ്റും ഇല്ല. എന്താ? എൻ്റെ പകരം ന്യായപ്രമാണം ഒരുവനെ കുറ്റം വിധിച്ചു. അതുകൊണ്ട് ഈ ന്യായപ്രമാണം എന്നെ എന്തോ ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ സെയിം ന്യായപ്രമാണം ഒറ്റ മനുഷ്യനെ വെറുതെ വിടത്തില്ല. ഒറ്റ മനുഷ്യനെ. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ ന്യായപ്രമാണം മനസ്സാക്ഷിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും സീനായി മലയിൽ സർവശക്തനായ ദൈവം 2 കൽപ്പലകയിൽ എന്തോ എഴുതി കൊടുക്കുക? 10 കൽപ്പന. ഈ 10 കൽപ്പന എന്താ? ഈ ന്യായപ്രമാണത്തെ ഒന്ന് വിശദീകരിക്കുക. ഈ 10 കൽപ്പന അത്രേ ഉള്ളൂ. 10 കൽപ്പനയല്ല ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ എന്തോ ചെയ്യുക? അതിൻ്റെ വിശദീകരണമാ ഈ 10. അതുകൊണ്ട് 2 പലകളാ, 2 കാരണം കർത്താവ് പറഞ്ഞത് എന്തോ? ആദ്യത്തെ ഏതാ? ആദ്യത്തെ കൽപ്പലകളിൽ 4 നിയമങ്ങളുണ്ട്. 2-ാമത്തേതിൽ 6. ആദ്യത്തേത് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധവും, 2-ാമത്തെ കല്ലിൽ മനുഷ്യൻ തമ്മിലുള്ള ഈ 2 പലകളാ ആ പെട്ടകത്തിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശോധന ചെയ്തെടുത്താൽ പിന്നെ കിട്ടുന്ന ശിക്ഷാവിധിക്ക് പിന്നെ ഒരു പ്രാർത്ഥനയും ഇല്ലെന്നേ. എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവാസം എടുത്താലും വിടുതൽ കിട്ടത്തില്ല. കാരണം തന്നെ എന്തോ ചെയ്തില്ല? ഞാൻ ചെയ്ത ഉടമ്പടിക്ക് നീ വില കൊടുക്കത്തില്ലയോ? നീ അനുഭവിച്ചിട്ടേ ഉള്ളൂ. കാരണം ഈ ഉടമ്പടി ചെയ്യാൻ മനുഷ്യനല്ല വില കൊടുത്തത്. ആരാ? ദൈവം മനുഷ്യന്റെ വേഷത്തിൽ പാപജഡത്തിന്റെ സ്വരൂപത്തിൽ വന്ന ന്യായപ്രമാണം തന്ന ആ ദൈവം, ഞാൻ ഒന്നുകൂടെ പറയുന്നേ, മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ ന്യായപ്രമാണം എഴുതിയ ആ ദൈവം തന്നെ മനുഷ്യന്റെ വേഷത്തിൽ വന്ന് തൻ്റെ ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ആ വില ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ന്യായപ്രമാണം വിട്ടുവീഴ്ച ചെയ്യുമോ? പറഞ്ഞാട്ടെ, വിട്ടുവീഴ്ച ചെയ്യുമോ? ഞാൻ പിന്നെ എന്തോ പറഞ്ഞുകൊണ്ടാ നടക്കുന്നേ? ന്യായപ്രമാണം കഴിഞ്ഞോ? ഇത് കൃപയാ, എങ്ങനെ വേണമെങ്കിലും നടക്കാം. നീ നിന്റെ ദൈവത്തെ ജാതികളോടും പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസി ആയിക്കോട്ടെ, ജാതികളായിക്കോട്ടെ, പ്രമാണം എന്താ? നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും നീ എന്തോ ചെയ്തോണം? നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവാ. സ്നേഹമുണ്ടോ? എന്താ ഈ പേടി? എന്താ ഈ ഭാരം? എന്താ ഈ പ്രയാസം? എന്താ ഈ പ്രയാസം? അത് നമ്മൾ എത്ര ചിന്തിച്ചാലും ഈ പ്രയാസം മാറത്തില്ല. ഞാൻ ഉദാഹരണം പറയാം, ഞങ്ങളെ തന്നെ പുകഴ്ത്തി പറയല്ല. ഇപ്പൊ എമിക്ക് ശരീരത്തിൽ ഈ പ്രയാസമുണ്ട്.
ഞങ്ങൾ ചിലപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ അവർ പറയുന്നത്, ഉറപ്പാണോ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഇത്രയും പ്രയാസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷത്തോടെ നടക്കാന്നേ? പിന്നെ വാദിക്കാൻ വരും, ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ട, സാറേ അസുഖം ഞങ്ങൾക്കാ, നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? ക്യാൻസർ ഞങ്ങൾക്കാ, നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? പേടിക്കേണ്ടത് ആരാ? ഞങ്ങളില്ലേ? പക്ഷെ കർത്താവിൻ്റെ കൃപയാ. ഇത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ചിന്തയല്ല. ദൈവം സൗഖ്യം തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. സൗഖ്യം തരണമോ വേണ്ടായോ, കർത്താവേ നിന്റെ കയ്യിൽ. ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. നീ ഒരായുസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാഗൽഭ്യം നമ്മൾ ചിന്തിച്ചാൽ വരത്തില്ല. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ആ ധൈര്യം ദൈവമാണ് നമുക്ക് തരുന്നത്. എത്ര പ്രശ്നം വന്നാലും നമ്മൾ എന്തോ ചെയ്യും? സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വചനം കേട്ടു, ന്യായപ്രമാണം. ന്യായപ്രമാണം പറയുമ്പോൾ യാഗം അർപ്പിക്കുന്നതല്ല, ദശാംശം കൊടുക്കുന്നതല്ല, പരിച്ഛേദന ചെയ്യുന്നതല്ല. നീ നിന്റെ പൂർണ്ണ ഹൃദയവും ആത്മാവും മനസ്സോടെ നീ ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെയും നിന്റെ സ്വന്തം പോലെ നീ സ്നേഹിക്കണം. ഇതാ പ്രമാണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്നെ നോക്കുമ്പോൾ നീതിമാനാണോ? ഹല്ലേലൂയ. ഞങ്ങൾ വണ്ടി ഓടിച്ച് കേരളത്തിലേക്ക് കയറിയപ്പം പോലീസുകാർ അവിടെ ഉണ്ട്. ഞാൻ അവരെ ശ്രദ്ധിച്ച്, ഞാനും അവരെ നോക്കി, അവർ എന്നെ നോക്കി. പിന്നെ എന്നോട് പറഞ്ഞു വണ്ടി നിർത്തി കടലാസ് കൊണ്ടുവരാൻ. ഞാൻ ധൈര്യത്തോടെയാ കടലാസ് എടുത്തുകൊണ്ട് പോയത്. അവരെല്ലാം അന്വേഷിക്കുന്നു, ഓൺലൈൻ ചെക്ക് ചെയ്തു. എനിക്ക് ഒരു പ്രശ്നവുമില്ല, കാരണം കടലാസ് എല്ലാം ഉണ്ട്. ഞാൻ അവരെ പേടിച്ചിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. പക്ഷെ പോലീസുകാർ എന്നെ ശ്രദ്ധിക്കുമല്ലോ, അവർക്ക് കടലാസ് ചോദിക്കാൻ പൂർണ്ണ അധികാരമുണ്ടല്ലോ. രജിസ്ട്രേഷൻ ശരിയാണോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, എല്ലാം. കേരള പോലീസ് അല്ല, ഇവിടുത്തെ നിയമം വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ഞാൻ മധ്യപ്രദേശിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ നിയമം എനിക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം, ഞാൻ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞാൽ, ഞാൻ അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ 4ാമത്തെ തലമുറയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ജാതികൾ അവർക്ക് പ്രമാണം എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും അവരുടെ പ്രവൃത്തികളാൽ അവർ വെളിപ്പെടുത്തുന്നുണ്ട് പ്രമാണമുണ്ട്. വെറുതെയാണോ കോടിക്കണക്കിന് ജനം പോയി വെള്ളത്തിൽ മുങ്ങുന്നത്? ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്? എൻ്റെ അകത്ത് എന്താ മരണഭീതി? ഞാൻ എന്തിനാ നാളത്തെ കുറിച്ച് ഭാരപ്പെടുന്നത്? നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ മനുഷ്യരില്ലയോ? അതെ, കയ്യിൽ ചങ്ങലയുണ്ട്. ദൈവത്തിന്റെ പ്രമാണം കയ്യിൽ ചങ്ങല ഇട്ടു. ഇനി എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചവൻ തന്റെ സൃഷ്ടിയെ ശപിക്കുക.
ന്യായപ്രമാണത്തിന്റെ ശാപം. കൃപയാൽ നമ്മൾ രക്ഷപ്പെട്ട്, കൃപയാൽ നമ്മൾ രക്ഷപ്പെട്ടതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിമിഷ അഥവാ കേരളത്തിൽ മടങ്ങി വരികയാണെങ്കിൽ സ്വന്തം കൊച്ചിനെ അല്ലെ ഭർത്താവിനെ കാണുമ്പോൾ അവൾ കരയും, ചിരിക്കത്തില്ല. കാരണം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ രക്ഷപ്പെട്ടു. അവൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ നന്ദി പറയും, അവളെ സഹായിച്ചവരെല്ലാരെയും നന്ദി പറയും. അവളുടെ അമ്മയെ അവൾ കെട്ടിപ്പിടിച്ച് കരയും, വാക്കുകളില്ല. നമ്മളെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിന്ന് ദൈവം തന്നെയാ മനുഷ്യന്റെ വേഷത്തിൽ വന്ന് നമ്മുടെ പകരമായി വില കൊടുത്ത് ദാനമായി രക്ഷ തന്നിരിക്കുമ്പോഴാണോ ഞാൻ ഈ ഭാരപ്പെടുന്നത്, ഞാൻ ഈ വ്യാകുലപ്പെടുന്നത്? എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആനന്ദം നമ്മൾ ഇവിടെയല്ലയോ അനുഭവിക്കേണ്ടത്? ആ സന്തോഷം വീടോ വണ്ടിയോ ജോലിയോ പൈസയ്ക്ക് തരാൻ കഴിയത്തില്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രി തന്നെ പോയി ആ വെള്ളത്തിൽ മുങ്ങുക, അംബാനി അഡാനി ഇവരെല്ലാം പോയി മുങ്ങുക, ഇന്ത്യയിലെ ആക്ടേഴ്സും ചെന്ന് മുങ്ങുക. ഞങ്ങൾക്ക് ഈ സന്തോഷമില്ല. നിങ്ങൾക്കുള്ള ആ സന്തോഷം ഞങ്ങൾക്കൊന്ന് തരാമോ? ഞങ്ങളുടെ കൈ നീ ചങ്ങലെ ഒന്ന് മാറ്റി തരാമോ? ഞങ്ങൾ എത്ര മെഴുകുതിരി കത്തിച്ചിട്ടും എത്ര ആചാരങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തന്ന ഈ ദാനത്തിൻ്റെ വില ചിന്തിച്ച ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ എത്ര ഭാഗ്യവാൻ. ദൈവം എൻ്റെ പുറത്ത് എന്താ ഇത്ര കരുണ കാണിച്ചത്? ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കാം. നിർബന്ധത്താൽ ആരാധിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ തിരുമേശയുടെ മുമ്പേ വരുമ്പോൾ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്നോട് ഉടമ്പടിയും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥന.